लेकिन बीफ नहीं खाऊंगी। കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ. ചത്താലും ബീഫ് കഴിക്കൂല. വീണ്ടും വിദ്വേഷ പ്രചാരണമായി കേരള സ്റ്റോറി 2 സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് മുസ്ലിങ്ങൾ ചേർന്ന് ഒരു ഹിന്ദു കുട്ടിക്ക് ബീഫ് ബലം പിടിച്ചു കഴിപ്പിക്കുന്ന സീനാണിത്. ഇതൊക്കെ ഏത് കേരളത്തിലാവോ നടക്കുന്നത്? ഹിന്ദു ക്രിസ്ത്യാനോ മുസ്ലിമോ ആരായി ഞാൻ എന്റെ ഭാവന സ്വന്തം നാടിനെയും നാട്ടുകാരെയും പറ്റി ഇതുപോലെ ഇല്ലാ കഥകൾ പടച്ചുവിടുന്നതിനെതിരെ കേരള സർക്കാർ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ രാജ്യം ഇതുപോലെ ഫാസിസ്റ്റ് രാജ്യം മാത്രമായി തീരാൻ പാടില്ല. അതായത് ഇതുവരെ പറഞ്ഞതൊന്നും പോരാ, ഇനിയും ഒരുപാട് വിഷം ഇവിടെ ചൊരിയാനുണ്ട് എന്ന്. ആദ്യ ഭാഗത്തിൽ ലവ് ജിഹാദ് മതം മാറ്റൽ പരിപാടിയാണെങ്കിൽ ഇത്തവണ ബീഫ് നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുന്ന സീനൊക്കെയുണ്ട്. കേരളത്തിന് പുറമെ രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികളുടെ കഥയും പറയുന്നുണ്ട്. 25 വർഷം കഴിഞ്ഞാൽ കേരളം ഇസ്ലാമിക രാജ്യമാകുമെന്നാണ് ട്രെയിലറിൽ പറയുന്നത്. കള്ളക്കഥ ഉണ്ടാക്കണേക്കാളും വേണം തനിക്ക് തൂങ്ങി ചത്തുറോ കാഞ്ഞിര കുറ്റി. പിന്നെ ഞാൻ നോർത്തിൽ കുറച്ചു പേരെങ്കിലും ഇത് സ്വാധീനിക്കും. കേരളത്തെ അറിയാത്ത ആളുകൾ ഇതൊക്കെ ഉള്ളതാണ് എന്ന് വിശ്വസിക്കും. നാളെ ഒരു മലയാളി കേരളം വിട്ട് നോർത്ത് സൈഡൊക്കെ പോയാൽ അവർ എത്ര സേഫ് ആയിരിക്കും എന്നതിന് എന്താണ് ഇത്ര ഉറപ്പ്? എന്നാൽ ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി സിനിമക്ക് പുലബന്ധം പോലും ഇല്ലായിരുന്നു.